എല്ലാ നിലയിലും മുതലാളിത്തം, സാമ്രാജ്യത്വം, അതിന്റെ അധിനിവേശം വ്യത്യസ്തങ്ങളായ രാജ്യങ്ങൾക്കും വരുന്നു. സകല ശക്തിയും ഉപയോഗിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വെനസ്വേലയിലെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനാണ് ഇങ്ങനൊരു നടപടി. വേറെ പല ഭാഗങ്ങളുണ്ട്. എന്താണ് ചാർജ്? വെനസ്വേലയ്ക്കെതിരെ ലഹരി കള്ളക്കടത്ത്, നാർക്കോട്ടിക് കള്ളക്കടത്ത്, അതാണ് കള്ളം, വസ്തുതാന്തികമായ കാര്യം. നേരത്തെ ജനാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി പുറപ്പെട്ട അഫ്ഗാനിസ്ഥാനെയും ഇറാഖിന്റെയും ഒക്കെ അനുഭവം നമ്മുടെ മുന്നിൽ നിലനിൽക്കുമ്പോഴാണ് ലോക പോലീസ് സഭയുന്ന അമേരിക്ക എന്ന സാമ്രാജ്യത്വ മുതലാളിത്ത രാഷ്ട്രം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അതിശക്തം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. നമ്മുടെ കാഴ്ചപ്പാടാണ് ഇവരുടെ കാഴ്ചപ്പാട്. ലോകത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി, സാമൂഹ്യ വ്യവസ്ഥിതി വരണം. അതിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും തുല്യമായ അവകാശം, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവരുടെയും അവകാശങ്ങൾക്ക് തുല്യമായ നില, ജനാധിപത്യം, മതനിരപേക്ഷത. അവിടെയാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകളുമായി മുതലാളിത്തം, അമേരിക്കൻ സാമ്രാജ്യത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. മാനുഷിക ബന്ധങ്ങളും മനുഷ്യന്റെ ജീവൻ പ്രശ്നങ്ങളും എങ്ങനെയാണ് മുതലാളിത്തം അഭിസംബോധന ചെയ്യുന്നത് എന്നത് നമ്മുടെ മുൻപിലുണ്ട്. കോവിഡ് ഈ സമ്മേളന കാലയളവിൽ നടന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം നേരത്തെ ഇല്ല. നമ്മുടേത് മാത്രമല്ല, നമ്മുടെ രക്ഷിതാക്കന്മാരുടെ ജീവിതത്തിലും കണ്ണിൽ കാണാത്തൊരു വൈറസ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ ഇങ്ങനെ കൊന്നെടുക്കുന്ന ഒരു അനുഭവം മുമ്പില്ല. അതെങ്ങനെയാ മുതലാളിത്തം ആ വിഷയത്തെ അഭിസംബോധന ചെയ്തത് എന്ന് നമ്മുടെ മുൻപിലുണ്ട്. കോവിഡാനന്തരം ലോകത്ത് വ്യാപകമായി സോഷ്യലിസമാണ് ശരി. മുതലാളിത്തം അത് മനുഷ്യ സംബന്ധിയായ ഒരു പ്രശ്നത്തെയും അഡ്രസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് മനുഷ്യരെ കടുത്ത ചൂഷണത്തിന് വിധേയമാക്കുകയാണ്. അതിന് മാനവരാശിയുടെ വിഷയങ്ങൾ യാതൊന്നും ബാധിക്കുന്നില്ല. അതിനൊരൊറ്റ ലക്ഷ്യമുള്ളൂ: ലാഭം, ലാഭം, ലാഭം. അത് അതിന്റെ ശതമാനത്തിനനുസരിച്ച് അതിന്റെ സ്വഭാവമാണ്. ഇപ്പൊ ലോക്ക്ഡൌണ്, കോവിഡ് വന്ന് ആദ്യം നമ്മുടെ ലോക്ക്ഡൌൺ, നമ്മുടെ ഓർമ്മകളിലൊക്കെ ഉണ്ട്. ലോക്ക്ഡൌണിൽ എങ്ങനെയാണ് 10-ാം തീയതി നമ്മൾ വീട്ടിലിരുന്നത്. നമ്മളെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഭയം. കേരളത്തിൽ വളരെ സുരക്ഷിതരായിട്ടാണ് നമ്മളെല്ലാം കോവിഡിനെ നേരിട്ടത്. ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ മരണപ്പെട്ട രാഷ്ട്രങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രമാണ് അമേരിക്കയാണ്. ഏറ്റവും അധികം നമ്മൾ കാണുന്നത് ബയോക്ലിനിക്കുകളുടെ രാഷ്ട്രം. വലിയ അത്യാധുനികമായ ചികിത്സാ സംവിധാനങ്ങൾ ഓരോ നിമിഷവും അപ്ഡേഷനുള്ള രാഷ്ട്രം. ആധുനിക സാങ്കേതിക വിദ്യയെല്ലാം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന രാഷ്ട്രം. അവിടെയാണ് ഈ കണ്ണിൽ കാണാത്ത വൈറസിന് മുൻപിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യർ അതിദാരുണമായി മരണപ്പെട്ടത് എന്ന് നമ്മൾ കാണണം. ഈ ലോക്ക്ഡൌണെല്ലാം ഘട്ടം കഴിഞ്ഞ് കോവിഡിനെ പ്രതിരോധിക്കാൻ വാക്സിൻ കണ്ടെത്തുകയാണ് വ്യത്യസ്തങ്ങളായ രാഷ്ട്രങ്ങൾ. അമേരിക്ക, റഷ്യ, ക്യൂബ, തുടർന്ന് നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ഇതിനെല്ലാം തുടർച്ചയുണ്ടായി. ഇന്ത്യയിലാണെങ്കിൽ കോവിഷീൽഡ്, കോവാക്സിൻ. അമേരിക്കയിൽ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന വാക്സിനായിരുന്നു ആദ്യം പ്രചാരത്തിൽ വന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു ഡോസ് വാക്സിൻ നിർമ്മിക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽസിന്റെ ഒക്കെ ആകെ വരുന്ന ചെലവ് 130 രൂപയിൽ താഴെയാണ്. 130 രൂപയിൽ താഴെ. മനുഷ്യന് ജീവൻ നിലനിർത്തണമെങ്കിൽ, ശ്വാസം ലഭിക്കണമെങ്കിൽ, വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ ജീവിക്കണമെങ്കിൽ
വാക്സിൻ വേണം. ഇതിനെ പ്രതിരോധ ശേഷി ആർജിക്കണം ഓരോ ശരീരത്തിലും. മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അധികാരികമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ അവരൊരു പ്രതീക്ഷ പോലെ ഒരു വാക്സിൻ കണ്ടെത്തുന്നു. ആ വാക്സിൻ ആദ്യഘട്ടത്തിൽ റോ മെറ്റീരിയലിന്റെ ലഭ്യത കുറവെല്ലാം ഉണ്ട്. എങ്കിൽ പോലും അത് നിർമ്മാണ ചെലവ് ഒരു ഡോസ് വാക്സിൻ 130 രൂപ അല്ലെങ്കിൽ അതിന് താഴെ. എത്രയാണ് മുതലാളിത്തം അതിന് വില നിശ്ചയിക്കുന്നത്? അമേരിക്കയിൽ 6000-7000 രൂപയാണ് ഒരു ഡോസ് വാക്സിന് വില നിശ്ചയിച്ചത്. നമ്മുടെ ഇന്ത്യയിൽ 3000, 4000, 3000,